പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെക്കുറിച്ച് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ മുഅ്മിനുകളുടെ വിശേഷണമായിട്ട് പിന്നെ പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നാമത്തെ വിശേഷണം അവർക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. ഖുശൂ എന്ന് പറയുന്നത് താഴ്മക്ക് പറയും. കണ്ണുകളെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, അബ്സാറുഹ ഖാശിയ, കണ്ണുകൾ താഴ്ന്നിരിക്കും. അന്ത്യനാളിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നതാണ് അബ്സാറുഹ ഖാശിയ. അതുപോലെ മുഖത്തെക്കുറിച്ചും പറയുന്നുണ്ട്, വുജൂഹുൻ യൗമൈദിൻ ഖാശിയ, അന്നത്തെ നാൾ മുഖം വളരെ താഴ്ന്നിരിക്കും. വളരെ ഉണങ്ങി വരണ്ടിരിക്കുന്ന സൈലൻ്റായിട്ടിരിക്കുന്ന ഭൂമിയെക്കുറിച്ച് ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്, വമിൻ ആയാത്തിഹി അന്നക തറൽ അർള ഖാശിയ. അള്ളാഹുവിൻ്റെ ആയത്തിൽപ്പെട്ടതാണ് ഭൂമിയെ ഖാശിയത്തായിട്ട് നമുക്ക് കാണാം. വരണ്ട് ഉണങ്ങി വളരെ സൈലൻ്റായിട്ട് കിടക്കുന്ന ഭൂമിയെ നിനക്ക് കാണാം. അങ്ങനത്തെ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അവിടുന്ന് മുളച്ചു പൊന്തുന്നു എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ വളരെ സൈലൻ്റായി താഴ്മയോടുകൂടെ കണ്ണുകൾ കീഴ്പോട്ടായി ഹൃദയങ്ങളൊക്കെ വളരെയധികം താഴ്മയോടുകൂടെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഖുശൂവിൻ്റെ അവസ്ഥ. മുഅ്മിനുകളെക്കുറിച്ച് പറഞ്ഞു, നിസ്കാരത്തിൽ അവർ ഖാശിയങ്ങളാണ്, ഖുശൂ ഉള്ള ആളുകളാണ്. രണ്ടാമത്തെ വിശേഷണമായിട്ട് പറഞ്ഞത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ. ലഗ്വുകൾ, നിരർത്ഥകമായ ബാത്തിലായ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ അവർ അവഗണിച്ച് തള്ളിക്കളയുന്ന ആളുകളാണ്, പുറംതിരിഞ്ഞു പോയി കളയുന്ന ആളുകളാണ്. ഇന്നത്തെ ലോകം ലഗ്വിൽ മുഴുകിയിരിക്കുന്ന ലോകമാണ്. നിരർത്ഥകമായ യൂസ്ലെസ്സായ ബാത്തിലായ അനേകം സംഗതികളിൽ മനുഷ്യർ വളരെയധികം സമയം ചെലവഴിക്കുന്ന കാലമാണ്. ഈ കാലത്ത് ലഗ്വിൽ മുഴുകുന്നത് കാരണം ഖുശൂ നിസ്കാരത്തിൽ നഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അള്ളാഹു നിസ്കാരത്തിലുള്ള ഖുശൂവിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ ലഗ്വിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഹിക്മത്ത് അതാണ്. വിശ്വാസികളുടെ സിഫത്തായിട്ട് പിന്നെ പറഞ്ഞത് വല്ലദീനഹും ലിസ്സക്കാത്തി ഫായിലൂൻ. അവർ സക്കാത്തിൻ്റെ ഫായിലുകളാണ്, അത് നിർവഹിക്കുന്നവരാണ്, ചെയ്യുന്ന ആളുകളാണ്. സക്കാത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിസ്കാരം പോലെയുള്ള ഒരു ഇബാദത്താണെങ്കിലും നിസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ കാര്യവും മറ്റൊക്കെ സൂക്ഷ്മമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് പോലും സക്കാത്തിനെക്കുറിച്ച് പ്രാഥമിക വിവരം പോലും ഉണ്ടാവില്ല. ഓരോ ആളും അയാൾക്ക് നിർബന്ധമായ സക്കാത്ത് കൊടുക്കേണ്ട മുതലുണ്ടോ എന്ന് ആദ്യം പഠിക്കേണ്ടതാണ്. അതറിഞ്ഞ് അതിൻ്റെ അവകാശികളെക്കുറിച്ചറിഞ്ഞ് സക്കാത്ത് കൊടുക്കേണ്ട വിധം പ്രാവർത്തികമാക്കുന്ന ആളുകളാണവർ. വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ. അവരുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളാണ്, ലൈംഗികാവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ കാര്യങ്ങളൊക്കെ പരസ്പരം കണക്റ്റഡാണ്. നിസ്കാരത്തിലുള്ള ഖുശൂവും ലഗ്വിൽ അധികം മുഴുകാതിരിക്കലും സക്കാത്ത് മുറപ്രകാരം നിർവഹിക്കലും ലൈംഗികാവയവങ്ങളെ വേണ്ടവിധം സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒന്നിച്ച് നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മുഅ്മിനുകളെക്കുറിച്ച് പറഞ്ഞു ഖദ് അഫ്ലഹ, അവർ വിജയിച്ച് കഴിഞ്ഞു. അവരുടെ വിശേഷണങ്ങളെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അള്ളാഹു അവസാനം പറഞ്ഞത് വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. നിസ്കാരങ്ങളെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്, അതിൻ്റെ ഹിഫാലത്ത് നിർവഹിക്കുന്ന ആളുകളാണ്. ഒരാൾ ചെയ്ത വാഗ്ദാനം ലംഘിക്കാതെ മുറപ്രകാരം പാലിക്കുന്നതിനും ഒരു കാര്യം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനൊക്കെയാണ് ഹിഫാലത്ത് എന്ന് പറയുന്നത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിലും അവരങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ സിഫത്തുള്ള മുഅ്മിനുകളെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അവർ വിജയിച്ച് കഴിഞ്ഞു. അത്തരം മുഅ്മിനുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.